ഹായ് ഫ്രണ്ട്സ്, ഭ്രമയുഗം ഡയറക്ടർ രാഹുൽ സദാശിവൻ. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ റെഡ് റെയിൻ മലയാളത്തിൽ ആദ്യമായി ഏലിയൻ കൺസെപ്റ്റ് കൊണ്ടുവന്ന ഒരു സിനിമയായിരുന്നു. തിയേറ്ററിക്കൽ റിലീസ് ആയിരുന്നെങ്കിൽ കൂടി ബോക്സ് ഓഫീസ് പരാജയമായിരുന്നു. രണ്ടാമത്തെ സിനിമ ഭൂതകാലം മലയാളത്തിലെ ഏറ്റവും മികച്ച ഹൊറർ സിനിമകളിലൊന്നായിരുന്നു. പക്ഷേ അത് ഡയറക്റ്റ് OTT റിലീസായിരുന്നു സോണി ലിവിൽ. അപ്പോൾ സ്വാഭാവികമായും ഒരു ഡയറക്ടറെ സംബന്ധിച്ച് മൂന്നാമത്തെ സിനിമ തിയേറ്ററിൽ ഒരു വമ്പൻ കൊമേഴ്സ്യൽ എന്റർടൈനർ കൊണ്ടുവന്നാൽ നന്നായിരിക്കും എന്നൊക്കെ തോന്നും. പക്ഷെ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ സിനിമ ഭ്രമയുഗം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ്. മമ്മൂട്ടിയെ പോലെ ഒരു സൂപ്പർ താരത്തിനെ കയ്യിൽ കിട്ടുമ്പോൾ ഏതൊരു ഡയറക്ടറും ചിന്തിക്കുക, കുറച്ച് പഞ്ച് ഡയലോഗ്, കുറച്ച് മാസ് സീൻസ്, കുറച്ച് ആക്ഷൻ ഒക്കെ ഉൾപ്പെടുത്തി നല്ലൊരു കൊമേഴ്സ്യൽ എന്റർടൈനർ ഒരുക്കാവുന്ന ഡയറക്ടർ എന്നുള്ള പദവിയിലേക്ക് ഉയരുക എന്നുള്ളതാണ്. പക്ഷെ അവിടെയാണ് രാഹുൽ സദാശിവൻ വ്യത്യസ്തനായത്. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഞാൻ പ്രതീക്ഷിച്ചത് ഒരു ഓഫ് ബീറ്റ് പടമാണ്. കുറച്ച് മമ്മൂട്ടിയുടെ മാനറിസം ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഇതൊരു സ്ലോ പേസ്ഡ് ഡ്രാമ പോലെ ആയിരിക്കും, കുറച്ച് ഫാന്റസി എലമെന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും എന്നാണ് കരുതിയത്. പക്ഷെ തിയേറ്ററിൽ എത്തിയപ്പോൾ കണ്ടത് ഓഫ് ബീറ്റിൽ കാണുന്ന പോലത്തെ ചെറിയൊരു സ്ലോനെസ് ഉണ്ടെങ്കിൽ കൂടി കറക്റ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്ത് കൊമേഴ്സ്യൽ സിനിമയിൽ കാണുന്ന പോലെയുള്ള ചില എൻഗേജിങ് മൊമെന്റ്സ്, സസ്പെൻസ് ഒക്കെ ഉൾപ്പെടുത്തി രണ്ടും കൂടി മിക്സ് ആക്കിയ ഒരു ഐറ്റം, ഒരു എക്സ്പെരിമെന്റൽ ഐറ്റമാണ് രാഹുൽ സദാശിവൻ ഒരുക്കി വെച്ചിരിക്കുന്നത്. സിനിമയുടെ സ്റ്റോറിയിലേക്ക് വന്നാൽ നമ്മൾ കേട്ട് പഴകിയ സ്റ്റോറി തന്നെയാണ്, ചാത്തൻ സേവ, ദുർമന്ത്രവാദം. പക്ഷെ മലയാള സിനിമയിൽ എത്ര സിനിമകൾ ഈ സ്റ്റോറി കൈകാര്യം ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. എൻ്റെ ഓർമ്മയിൽ വരുന്നത് മോഹൻലാലിന്റെ 2 സിനിമകളാണ്. ഇതേ സെയിം സബ്ജക്റ്റ് എന്നുള്ളതല്ല, ഒടിയൻ, ചാത്തൻ, ഇതൊക്കെ ഒരു സെയിം കാറ്റഗറിയിൽ പെടുത്താവുന്ന സംഭവങ്ങളാണല്ലോ. പിന്നെ 1984 പുറത്തിറങ്ങിയ ശ്രീകൃഷ്ണ പരുന്ത്. അങ്ങനെ ചാത്തൻ സേവ പോലത്തെ ഒരു കൺസെപ്റ്റ് എടുത്ത് സിനിമ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് കാസ്റ്റായിട്ട് 3-4 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു വെല്ലുവിളിയാണ്, എത്രമാത്രം എൻഗേജിങ് ആയിരിക്കും എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ അടുത്തിറങ്ങിയ കുമാരി, ഏകദേശം സെയിം കൺസെപ്റ്റ് വെച്ച് ഇറങ്ങിയ കുമാരി ഒരു ഫെയിലർ ആയിരുന്നു. അവിടെയാണ് രാഹുൽ സദാശിവൻ എന്നുള്ള ഡയറക്ടറുടെ കഴിവും പ്രത്യേകിച്ച് പ്രൊഡക്ഷൻ ടീം കൊടുത്ത സപ്പോർട്ടും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഈ ഒരു കൺസെപ്റ്റ് വെച്ച് എടുക്കുമ്പോൾ, ഇത്രയും ലിമിറ്റഡ് നമ്പർ ഓഫ് കാസ്റ്റ് വെച്ച് എടുക്കുമ്പോൾ സംവിധായകന് വേണ്ടത് ആ കാസ്റ്റിന്റെ സപ്പോർട്ടാണ്. ഇവിടെ അത് 100% കിട്ടിയിട്ടുണ്ട്. 3 പേർ. നമ്പർ 1 സിദ്ധാർത്ഥ് ഭരതൻ. ഞാൻ അദ്ദേഹത്തിന്റെ ഫിലിമോഗ്രാഫി ഒന്ന് എടുത്തു നോക്കി. 2002 പുറത്തിറങ്ങിയ നമ്മൾ, അതാണ് ഡെബ്യൂ സിനിമ. അത് തന്നെയായിരിക്കും എല്ലാവരുടെയും ഫേവററ്റ് ലിസ്റ്റിലുള്ളത്. ഈ ഭ്രമയുഗം അദ്ദേഹത്തിന്റെ 13ാമത്തെ മാത്രം സിനിമയാണ്. അത് തന്നെയാണ് കരിയർ ബെസ്റ്റ് പെർഫോമൻസും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രമാത്രം അണ്ടർ യൂട്ടിലൈസ്ഡ് ആണ് ഈ നടൻ. റെഡിക്ക് ഒരു ഹീറോ ആയിട്ട് തന്നെയാണ് ഈ സിനിമയിൽ സിദ്ധാർത്ഥ് ഭരതൻ ഉള്ളത്. രണ്ടാമത് അർജുൻ അശോകൻ. ഇദ്ദേഹം ഈ അടുത്താണ് സിനിമയിൽ വന്നതെങ്കിൽ കൂടി കുറച്ചധികം സിനിമകൾ, 10-30 സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അധികവും ലോ ബഡ്ജറ്റ് പടങ്ങൾ, അധികം ആരും ശ്രദ്ധിക്കാത്ത പടങ്ങൾ. കുറച്ച് സിനിമകളുണ്ട്, അജഗജാന്തരം, രോമാഞ്ചമൊക്കെ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളാണ്. അങ്ങനെയാണെങ്കിൽ കൂടി ഈ സിനിമ ഭ്രമയുഗം അർജുൻ അശോകന്റെയും കരിയർ ബെസ്റ്റ് ആണ്. മമ്മൂട്ടിക്ക് ഏകദേശം ഈക്വലായുള്ള റോള് കിട്ടുക എന്ന് വെച്ചാൽ തന്നെ ആ ഒരു നടനെ സംബന്ധിച്ച് ഭാഗ്യമാണ്. ഒരു പക്ഷേ ഈ വർഷത്തെ സ്റ്റേറ്റ് അവാർഡിന് മത്സരിക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റിൽ അർജുൻ അശോകനും കൂടി ഉണ്ടാവും ഭ്രമയുഗത്തിലെ പെർഫോമൻസിന്. നമ്പർ 3 മഹാനടൻ. ഇവിടെ മെഗാസ്റ്റാർ എന്ന് ഉപയോഗിക്കുന്നതിൽ നല്ലത് മഹാനടൻ. അദ്ദേഹം സ്റ്റാർ വാല്യൂ എന്നതിലുപരിയായിട്ട് അദ്ദേഹത്തിന്റെ നാട്യത്തിൽ, അഭിനയത്തിലാണ് ഈ അടുത്ത് പ്രാധാന്യം കൊടുക്കുന്നത്. ഇന്ത്യയിലെ സൂപ്പർ താരങ്ങളിൽ വേറെ ഏതൊരു സൂപ്പർ താരം ഇതേപോലെ ഔട്ട് ആൻഡ് ഔട്ട് നെഗറ്റീവ് റോൾ ചെയ്യും? എൻ്റെ ഓർമ്മയിൽ വരുന്നത് അമിതാഭ് ബച്ചൻ ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു, ആംഖെ. അക്ഷയ് കുമാർ നായകനായ ഒരു സിനിമയിൽ അമിതാഭ് ബച്ചൻ വില്ലനായി എത്തിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. അല്ലെങ്കിൽ ആ ലിസ്റ്റിലുള്ളത് മമ്മൂട്ടി തന്നെയാണ്. ഈ അടുത്തിറങ്ങിയ പുഴു, ആ ഒരു കഥാപാത്രം, കുട്ടൻ എന്ന പേരുള്ള ഒരു കഥാപാത്രം എത്രമാത്രം നെഗറ്റീവായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി. ഇനിയിപ്പോൾ കുറച്ചൊന്ന് പിറകിലോട്ട് പോയാൽ നമ്മൾ കാണുന്നത് മമ്മൂട്ടിയെ തന്നെയാണ്. പാലേരി മാണിക്യത്തിൽ, മുരിക്കും കുന്നത്ത് അഹമ്മദ് ഹാജി. ഇനി കുറച്ചും കൂടി പിറകിലോട്ട് പോയാൽ നമ്മൾ കാണുന്നത് മമ്മൂട്ടിയെ തന്നെയാണ്. വിധേയൻ, ഭാസ്കര പട്ടേലർ. ഒരു പക്ഷേ ഒരു കോയിൻസിഡൻസ് ആയിരിക്കാം, വിധേയനിലെ ഭാസ്കര പട്ടേലർ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രവും തുമ്മി എന്നുള്ള അവിടെ അടിമയാക്കിയ കഥാപാത്രവും, ഇവിടെ കുടുംബൻ പോറ്റി എന്നുള്ള മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രവും, തേവൻ എന്ന പേരുള്ള അർജുൻ അശോകൻ അവതരിപ്പിച്ച കഥാപാത്രവും എന്തൊരു കോയിൻസിഡൻസ് ആണ്. അർജുൻ അശോകന്റെ മാനറിസം പോലും ഏകദേശം ആ തുമ്മി എന്നുള്ള കഥാപാത്രം ഉൾക്കൊണ്ടതാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇനി ഭാസ്കര പട്ടേലറുടെ വില്ലനിസം നോക്കുക, മുരിക്കുംകുന്നത്ത് അഹമ്മദ് ഹാജിയുടെ വില്ലനിസം നോക്കുക, പുഴുവിലെ കുട്ടന്റെ വില്ലനിസം നോക്കുക, ഇവിടെ കൊടുമൺ പോറ്റിയുടെ വില്ലനിസം നോക്കുക. നമുക്ക് ഒരു തരത്തിലുള്ള സിമിലാരിറ്റിയും കാണാൻ പറ്റില്ല. അവിടെയാണ് മമ്മൂട്ടി എന്നുള്ള മഹാനടന്റെ വിജയം. ഈ അവസരത്തിൽ ഇത് ഒരു ഫാൻ ഫൈറ്റിനും വകവെക്കാൻ വേണ്ടി പറയുന്നതല്ല. കറന്റ്ലി ഇന്ത്യയിലെ ബെസ്റ്റ് ആക്ടർ മറ്റാരുമല്ല,
ഇനിയിപ്പോൾ മോഹൻലാൽ അല്ലെങ്കിൽ കമൽഹാസനൊക്കെ ഇനി പടങ്ങൾ ചെയ്ത് അവർ മുന്നേറി വരട്ടെ. മുമ്പൊക്കെ ഈ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമായിരുന്നു. പക്ഷെ കറന്റ്ലിയാണ് ഞാൻ പറയുന്നത്, 2023 2024 എടുക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടൻ മമ്മൂട്ടിയാണ്. അത് നാഷണൽ അവാർഡ് വെച്ചിട്ടൊന്നും വിലയിരുത്താൻ പറ്റുന്ന സംഭവമല്ല. കഴിഞ്ഞ കൊല്ലത്തെ നാഷണൽ അവാർഡിന്റെ അവസ്ഥയൊക്കെ നമുക്കറിയാം, ആർക്കാണ് പോയത് എന്നുള്ളത്. അങ്ങനെയൊക്കെ നാഷണൽ അവാർഡ് കൊടുക്കുന്നതാണെങ്കിൽ മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒക്കെ 10-15 നാഷണൽ അവാർഡൊക്കെ അവരുടെ ഷെൽഫിൽ ഉണ്ടാവും. ഈ ബ്രഹ്മയുഗത്തിലെ മമ്മൂട്ടിയുടെ കൊടുമൺ പോറ്റി എന്നുള്ള കഥാപാത്രം കാണുമ്പോൾ ഞാൻ ചിന്തിച്ചത് നമ്മുടെ ഈ 2 സൂപ്പർ താരങ്ങളെ കുറിച്ചാണ്. ഈ വർഷം പുറത്തിറങ്ങിയ 2 സിനിമകൾ, ഒന്ന് ഈ മമ്മൂട്ടി ചെയ്ത കഥാപാത്രം, ഒരു ഫാന്റസി അല്ലെങ്കിൽ മുത്തശ്ശി കഥ എന്ന് തന്നെ പറയാം, അതിലുള്ള ഈ ദുർമന്ത്രവാദം നടത്തുന്ന കഥാപാത്രം. മറ്റൊന്ന് മലൈക്കോട്ടെ വാലിബൻ, അവിടെ മല്ലനായി എത്തിയത്. നമ്മുടെ സൂപ്പർ താരങ്ങളുടെ റേഞ്ച്, അവർ ഇതുവരെ ചെയ്യാത്ത വേഷങ്ങൾ ചെയ്ത് നമ്മളെ ഇപ്പോഴും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് നമ്മൾ അനാവശ്യമായ ഫാൻ ഫൈറ്റും കൊണ്ടുവരുന്നത്. നമ്മൾ എന്ന് വെച്ചാൽ എല്ലാവരെയും അല്ല, കുറച്ചു പേർ. മമ്മൂട്ടിയുടെ ഒരു നല്ല പടം, നല്ല റിവ്യൂ വരുമ്പം അതിന് മോഹൻലാലിനെ കുറ്റം പറയുന്നത് എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല. മമ്മൂട്ടി ചെയ്യുന്നത്, അദ്ദേഹം പുതിയ സംവിധായകർക്ക് ഡേറ്റ് കൊടുക്കുന്നു, പുതിയ പുതിയ കൺസെപ്റ്റുകൾ ചെയ്യുന്നു, അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് തീർച്ചയായും. മോഹൻലാൽ ആയിക്കോട്ടെ പൊതുവെ ബിഗ് ബഡ്ജറ്റ് സിനിമകളാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇനി വരാനിരിക്കുന്ന എമ്പുരാൻ, ബറോസ്, റാം പാർട്ട് 1 റാം പാർട്ട് 2 ഒക്കെ ബിഗ് ബഡ്ജറ്റ് ആണ്. അദ്ദേഹം ഇൻഡസ്ട്രിയുടെ ആ ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ കാണിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും 2 രീതിയിൽ ഇൻഡസ്ട്രീനെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. ഒരാൾ വെറൈറ്റി കൺസെപ്റ്റുകൾ ചൂസ് ചെയ്യുന്നു, ലോ ബഡ്ജറ്റ് പടങ്ങൾ എടുത്ത് ഹിറ്റാക്കുന്നു. മറ്റേ ആൾ ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതേസമയം തന്നെ ചെറിയ ബഡ്ജറ്റിലുള്ള നല്ല സിനിമകളും ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ ഫേസ്ബുക്കിലൊക്കെ കുറിച്ചായി കണ്ടു, മമ്മൂട്ടി ഇത്ര നല്ല പെർഫോമൻസ് നടത്തുന്നു, മോഹൻലാൽ എവിടെ, തിരിച്ചു വരൂ ലാലേട്ട എന്നൊക്കെ പറഞ്ഞിട്ട്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ 3 സിനിമകൾ എടുത്തു നോക്കിയാൽ മതി. ഒന്ന് ജയിലറിലെ ക്യാമിയോ, എത്രമാത്രം ഗംഭീരമായ മൊമെന്റ്സ് ആയിരുന്നു തിയേറ്ററിൽ നമുക്ക് കിട്ടിയത്. 2 നേരിലെ ആ വക്കീൽ കഥാപാത്രം അത്ര മൈന്യൂട്ടായുള്ള എക്സ്പ്രഷൻസ് കൊടുക്കേണ്ട കഥാപാത്രമാണ്. അത് മോഹൻലാൽ ചെയ്തത് കൊണ്ട് മാത്രമാണ് നമുക്കത് അത്ര ഈസിയായി തോന്നിയത്. ആ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ നോക്കിയാൽ മതി. 3ാമത് വാലിബൻ, പടത്തിന് 2 അഭിപ്രായം വന്നെങ്കിൽ കൂടി മോഹൻലാലിന്റെ പെർഫോമൻസിനെ കുറിച്ച് ഒരാൾ പോലും കുറ്റം പറഞ്ഞില്ല. അപ്പോൾ ഒരാളുടെ പടത്തിന് പോസിറ്റീവ് വരുമ്പോൾ മറ്റൊരാൾ നെഗറ്റീവ് അടിക്കുന്നത് എന്തിനാണെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല. 2 പേരും ഇൻഡസ്ട്രിയുടെ അഭിമാനമാണ്. ഇനി ബ്രഹ്മയുഗത്തിലേക്ക് തിരിച്ചു വരാം. പടത്തിന്റെ 4 ഭാഷകളിലെ ഡബ്ബ് അടുത്ത ആഴ്ച റിലീസ് ചെയ്യും. മമ്മൂട്ടി തന്നെയാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന് വോയിസ് കൊടുത്തിരിക്കുന്നത് 4 ഭാഷകളിലും. ഇത് അവിടുത്തെ ഫാൻസ് അല്ല, നോർമൽ ഓഡിയൻസ് എങ്ങനെ ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷെ സിനിമാ പ്രേമികളും ക്രിട്ടിക്സും ഇതിനെ വാഴ്ത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. പ്രത്യേകിച്ച് മലയാളം ഇൻഡസ്ട്രിക്കാണ് അതിന്റെ ഗുണം. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം എടുത്തിട്ട് സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ ആക്കുക എന്ന് വെച്ചാൽ വേറെ ഏത് ഇൻഡസ്ട്രിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റും. ഈ സിനിമയുടെ തിയേറ്റർ ബോക്സ് ഓഫീസ് കളക്ഷനും സർപ്രൈസിംഗ് ആണ്. ഞാൻ വിചാരിച്ചത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടാകുമ്പോൾ കുറച്ച് സിനിമാ പ്രേമികൾ കാണും, അതിനുശേഷം ഒരു ആവറേജ് അല്ലെങ്കിൽ ഹിറ്റ് എന്നുള്ള ടാഗിൽ അത് ഒതുങ്ങുമെന്ന് വിചാരിച്ചിട്ട് കൂടി ഇതൊരു സൂപ്പർ ഹിറ്റ് ആകാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം, കഴിഞ്ഞ വർഷം ഹോളിവുഡിലെ ബാർബൻഹൈമർ ട്രെൻഡ് ഇവിടെ ആവർത്തിക്കലാണ്. അവിടെ ബാർബി പോലത്തെ ഒരു ലൈറ്റ് എന്റർടൈനർ ആണെങ്കിൽ ഇവിടെ പ്രേമലു, അവിടെ ഓപ്പൺഹൈമർ ആണെങ്കിൽ ഇവിടെ ഭ്രമയുഗം. സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടത് ഭ്രമലു പ്രേമയുഗം എന്നൊക്കെയാണ്. എന്തായാലും മലയാളം ഇൻഡസ്ട്രിക്ക് നല്ല കാര്യം തന്നെ. ഇനി ഈ സിനിമയുടെ റേറ്റിംഗിലേക്ക് വരാം. ഞാൻ ഈ സിനിമക്ക് കൊടുക്കുന്നത് 4.5 ഔട്ട് ഓഫ് 5. 0.5 എന്തിനാണ് കുറച്ചെന്ന് ചോദിച്ചാൽ, തുടക്കത്തിൽ കുറച്ചൊരു ലാഗ് ഫീൽ ചെയ്തു. ഫസ്റ്റ് ഹാഫിൽ കുറച്ചൊന്ന് സ്ലോ ആയിരുന്നു, അതിനു വേണ്ടിയാണ്. അതർവൈസ് ഗംഭീര സിനിമ.